എന്തായി സത്യ? നീ അനുവിനെ അച്ഛനെ കണ്ട് സംസാരിച്ചോ? സംസാരിച്ചു. അവർ ഓക്കെ ഉണ്ട് ചേട്ടാ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു തടസ്സവും പറയാതെ അവർ അംഗീകരിച്ചു. ദൈവമേ, സമാധാനമായി. ഇനി ആ ഷോപ്പ് കൈവിട്ട് പോകില്ലല്ലോ. ഇല്ല, ഇന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങുന്നതില് അവർക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പോ എലിക്കും മുള്ളിനും ദോഷം വരാതെ എല്ലാം പരിഹരിച്ചതിന്റെ ആശ്വാസത്തിലാ അവിടെ മാഷു വേടത്തിയും. സത്യേട്ടൻ അവിടെ പോയി സംസാരിക്കുന്ന കാര്യം അമ്മയ്ക്ക് അറിയാവോ? ഏയ് ഇല്ല, അമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. തൽക്കാലം അമ്മ അറിയണ്ട സോനെ. ഇല്ല, ഞാൻ പറയില്ല. നിങ്ങൾ സംസാരിക്കുന്ന നമുക്ക് കേൾക്കാതിരുന്നാ മതി. ഞാൻ അങ്ങോട്ട് പോവാം, ഇല്ലെങ്കിൽ സംശയിക്കും. എന്നാ നീ ചെല്ലും. അനുവെടുത്തി ഷോപ്പിന്റെ കാര്യത്തില് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കാരണം രഘുവേട്ടന് 25 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയാ. മാഷ് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും രഘുവേട്ടനെ ഒരു കരക്കെത്തിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം അവിടെയുണ്ട്. കുറച്ചൊക്കെ എനിക്കറിയാം. ഏതായാലും അങ്ങനെ ഒരു ആവശ്യം അവർക്ക് വന്നുകൊണ്ട് 25 ലക്ഷം കൊടുത്ത ഷോപ്പ് നമുക്ക് കിട്ടുമല്ലോ. അതെ, ഇനി എത്രയും വേഗം പണം ഉണ്ടാക്കി ഇടപാട് തീർക്കണം. ഏതെങ്കിലും ഭാഗത്തു നിന്ന് ഉടക്ക് വരുന്നതിന് മുൻപ് ഷോപ്പ് ഏട്ടന്റെ പേരിൽ എഴുതിയെടുക്കുന്നതാണ് നല്ലത്. അല്ല, പെട്ടെന്ന് 25 ലക്ഷം രൂപ ഉണ്ടാക്കേണ്ടത് സത്യ. അതിനൊരു ടൈം വേണ്ടേ? ഏട്ടൻ പരമാവധി പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ നോക്ക്. ഞാനും ശ്യാമും പറ്റാവുന്നതുപോലെ സഹായിക്കാം. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ പ്രതിഭയുടെ ഗോൾഡ് ഉണ്ടല്ലോ, നമുക്കതങ്ങ് പണയം വെക്കാം. എടാ, അതൊന്നും വേണ്ട. ഏയ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല ഏട്ടാ. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് കാര്യം സാധിച്ചെടുക്കണം. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കുക, നമ്മളിത് നടത്തിയിരിക്കും. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ശ്യാമൻ ട്രാവൽസ് അടച്ച് ഉടനെ വരും. ബാക്കി നമുക്ക് എന്നിട്ട് പ്ലാൻ ചെയ്യാം. ശരിയടാ, ശരി.